ഹായ് വെൽക്കം ടു അബീസ് വിഷൻ. എല്ലാ സബ്സ്ക്രൈബേഴ്സും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് നെറ്റ് നമുക്ക് ലാഭിക്കുക എന്നുള്ളത്. ഏത് സർവീസ് പ്രൊവൈഡർ ആണെങ്കിലും, ഇപ്പോൾ എയർടെൽ ആണെങ്കിലും ജിയോ ആണെങ്കിലും ഏത് സർവീസ് പ്രൊവൈഡർ ആണെങ്കിലും നമുക്ക് 1.5 GB അല്ലെങ്കിൽ ഒരു 1 GB ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ 1.5 GB. ഇതാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഒരു ദിവസത്തെ നമുക്ക് നെറ്റിന്റെ മാക്സിമം ലിമിറ്റ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷേ നമ്മളൊരു 3 മണി 4 മണി വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് മൊത്തം തീരാനായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല 4 കാര്യങ്ങൾ, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ നെറ്റ് ഉപയോഗിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് പിന്നെയും ഡാറ്റ ബാക്കിയുണ്ടാവും. പക്ഷേ അത് പറഞ്ഞു തരുന്നതിന് മുൻപ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നില്ല, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ സ്പോട്ടിൽ തന്നെ നോട്ടിഫിക്കേഷൻ വന്ന് ആദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ തൊട്ടടുത്തുള്ള ലൈക്കും, പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈലിന്റെ ഹോം പേജ് ഓപ്പൺ ചെയ്തു. നമുക്കിവിടെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫോൾഡർ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാം. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിരിക്കുന്ന ഫോൾഡർ ഇവിടെ കണ്ടില്ലേ. അപ്പം എങ്ങനെയാണ് ഇതേപോലത്തെ ഫോൾഡറുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾ, അതിൻ്റെ തൊട്ടടുത്ത് ബാങ്കിങ് ആപ്പുകൾ, അങ്ങനെ ഓരോരോ ഫോൾഡറുകളാക്കി ഉണ്ടാക്കാനുള്ള വീഡിയോസൊക്കെ ഞാൻ എൻ്റെ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളതെല്ലാം ഒന്ന് പോയിട്ട് കാണുക. എല്ലാ ചാനലുകളും എല്ലാ വീഡിയോസും, ചാനലിലെ എല്ലാ വീഡിയോസും നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇവിടെ നമുക്ക് പറയാൻ പോകുന്നത്, നമ്മൾ അധികവും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് നമ്മൾ 99% നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഇതുവഴിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് നെറ്റ് നഷ്ടമാവുകയും ചെയ്യുന്നത്, ഡാറ്റ നഷ്ടമാവുന്നത് അല്ലേ. അപ്പം ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന 4 കാര്യങ്ങളുണ്ട്. ഈ 4 കാര്യങ്ങളിൽ ആദ്യത്തെ കാര്യം നമ്മൾ ഫേസ്ബുക്കാണ്. ഈ ഫേസ്ബുക്ക് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ തന്നെ നമുക്ക് പകുതിയോളം നമുക്ക് നെറ്റ് അല്ലെങ്കിൽ ഡാറ്റ ലാഭിക്കാൻ പറ്റുന്ന ഏറ്റവും കാര്യമാണ് ഇവിടെ 3 ഡോട്ട്സ് ഇല്ലേ. 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം. അതല്ല നമുക്ക് വേണ്ട ഏറ്റവും ടോപ്പിൽ കാണുന്ന ഗിയർ ഐക്കൺ കാണുന്നില്ലേ, സെർച്ച് ബട്ടൻ്റെ തൊട്ടടുത്ത് ഗിയർ ഐക്കൺ, അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ആ ഗിയർ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇന്റർഫേസിലേക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഓപ്ഷൻ മീഡിയ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. കൃത്യമായി മനസ്സിലാക്കി നിങ്ങളുടെ ഫോണിൽ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് രാത്രി കഴിഞ്ഞാലും നിങ്ങൾക്ക് നെറ്റ് തീരില്ല. ഇവിടെ കണ്ടില്ലേ ഡാറ്റ സേവർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് അല്ലേ, അവിടെ ഒന്ന് ടിക്ക് ചെയ്തിട്ടേക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നതല്ല, ഇവിടെ കൃത്യമായിട്ട് ഫേസ്ബുക്ക് തന്നെ പറയുന്നുണ്ട്, ഇവിടെ സേവ് അപ് ടു 40% ഡാറ്റ, 40% ഡാറ്റ നിങ്ങൾക്ക് ഇതുവഴി ലാഭിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. 40% ഡാറ്റ. ഇനി അതിനുശേഷം താഴെ ഓട്ടോ പ്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഫേസ്ബുക്ക് എടുക്കുന്ന സമയത്തിന് ചില വീഡിയോകളൊക്കെ ഓട്ടോ ആയിട്ട് റൺ ചെയ്യുക, നമ്മൾക്ക് കാണണം താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ അത് ഓട്ടോ ആയിട്ട് റൺ ചെയ്യുക. അത് നമ്മൾ താഴെ നെവർ ഓട്ടോ പ്ലേ വീഡിയോ എന്ന് പറഞ്ഞതിലേക്ക് ഒന്ന് ടിക്ക് ചെയ്തിട്ടേക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 50% നമുക്ക് ഡാറ്റ ലാഭിക്കാൻ പറ്റും. അതിലൊരു സംശയമില്ല. ഇത് ഗ്യാരണ്ടി പറയുന്നത് ഫേസ്ബുക്ക് തന്നെയാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇനി 3 കാര്യം കൂടി പറയുന്നുണ്ട്. ഇവിടെ ഫേസ്ബുക്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ ഡാറ്റ സേവർ ഓൺ ചെയ്യുക, അതിനുശേഷം നെവർ ഓട്ടോ പ്ലേ വീഡിയോസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നമുക്ക് കാണുന്ന സമയത്ത്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് മാക്സിമം നമുക്ക് ഡാറ്റ ലാഭിക്കാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്തൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വാട്സപ്പ് ആണ് അല്ലേ. വാട്സപ്പിലാണ് നമ്മൾ അധിക ടൈമും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഫോട്ടോസ് അയക്കാനും വീഡിയോസ് അയക്കാനും ചാറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. ഇവിടെ ഫേസ്ബുക്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ 3 ഡോട്ട്സ് നമുക്ക് മുകളിൽ കാണാം. ചില അപ്ഡേറ്റുകൾ വന്നിട്ടുള്ള പ്രകാരമാണെങ്കിൽ അവിടെ ഒരു പ്രൊഫൈൽ പിക്ചർ ആണ് കാണിക്കുന്നത്. അവിടെ നമുക്ക് താഴെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കി നിങ്ങളുടെ ഫോണിൽ ഇതൊക്കെ ഒന്ന് ചെയ്തു വെക്കുക. അവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഇവിടെ കാണാം യൂസ് ലെസ് ഡാറ്റ ഫോർ കോൾസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ, അതൊന്ന് എനേബിൾ ചെയ്യുക. യൂസ് ലെസ് ഡാറ്റ ഫോർ കോൾസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. വളരെയധികം നെറ്റ് നമുക്ക് അതുവഴി നമുക്ക് ലാഭിക്കാൻ പറ്റും. യൂസ് ലെസ് ഡാറ്റ ഫോർ കോൾസ് എന്ന് പറയുന്നത്. അതിനുശേഷം താഴെ കാണിക്കുന്ന അടുത്ത ഓപ്ഷൻ മീഡിയ ഓട്ടോ ഡൗൺലോഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മീഡിയ ഓട്ടോ ഡൗൺലോഡ്, അത് വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ, പിന്നെ അതിൻ്റെ അടുത്തത് വെൻ കണക്റ്റഡ് ടു വൈഫൈ, വെൻ റോമിങ്, ഇതെല്ലാം നമ്മൾ ഇവിടെ കാണിക്കുന്നുണ്ട്. വെൻ കണക്റ്റഡ് ഓൺ വൈഫൈ എല്ലാം നമ്മൾ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അതിനുശേഷം നമ്മൾ വെൻ കണക്റ്റഡ് ടു മൊബൈൽ ഡാറ്റ ആണെങ്കിൽ അതും നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക. അതേപോലെ വെൻ കണക്റ്റഡ് ടു റോമിംഗ്, ഇവിടെ മൊബൈൽ ഡാറ്റയും എല്ലാം ഓഫ് ചെയ്ത് വെക്കുക.
അതിനുശേഷം വെൻ റോമിംഗ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ 3 എണ്ണത്തിലും നമ്മൾ എന്ത് ചെയ്യുക, ഫോട്ടോസ്, വീഡിയോസ്, കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡാറ്റ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനുവലി അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി. ഇതില്ലെങ്കിൽ എന്താ പ്രശ്നം വരിക, ഈ പറഞ്ഞിരിക്കുന്ന ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡായി നിങ്ങളെ നെറ്റ് തീരും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മുടെ യൂട്യൂബ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അല്ലേ. യൂട്യൂബിൽ നമ്മൾ 24 hours വീഡിയോ കണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പം അവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ പ്രൊഫൈൽ ഐക്കൺ ഇവിടെ നമുക്ക് താഴെ കാണുന്നത്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് സബ് മെനൂസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അവിടെ നമുക്ക് വേണ്ടത് ഡാറ്റ സേവിങ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനാണ്. ഡാറ്റ സേവിങ് എല്ലാവരും നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഇവിടെ ഡാറ്റ സേവിങ്ങിൽ ഏറ്റവും മുകളിലായിട്ട് ഡാറ്റ സേവിങ് മോഡ് ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് ഡാറ്റ സേവിങ് മോഡ് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ള എല്ലാ സബ് ഓപ്ഷൻസും എനേബിൾ ആവും, ഒരുമിച്ച് എനേബിൾ ആവും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ഡൗൺലോഡ് ക്വാളിറ്റി കുറച്ചുകൊണ്ടും ആ രീതിയിലെല്ലാം നമുക്ക് ഡാറ്റ ഈ പറഞ്ഞിരിക്കുന്ന യൂട്യൂബ് തന്നെ നമുക്ക് കുറച്ച് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ ആ പറഞ്ഞിരിക്കുന്ന ഡാറ്റ സേവർ മോഡ് ഒന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന യൂട്യൂബിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് മൊത്തമായിട്ട് നമുക്ക് ഡാറ്റ ലാഭിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മുകളിൽ കാണിക്കുന്ന ഡാറ്റ സേവർ മോഡാണ് നമ്മൾ ഓൺ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ സബ് മെനൂസ് എല്ലാം ഓൺ ആവും. ഇനി അടുത്തതായിട്ട് ഓട്ടോ പ്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ, ബാക്ക് അടിച്ച് വന്നാൽ ഓട്ടോ പ്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ നമുക്ക് കാണണ്ട എന്നുണ്ടെങ്കിൽ പോലും അത് ഓട്ടോ ആയിട്ട് അടുത്ത വീഡിയോയിലേക്ക് പോയി പോകും. അത് നമ്മുടെ ഡാറ്റ വളരെയധികം നഷ്ടപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഓട്ടോ പ്ലേ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഒരിക്കലും എനേബിൾ ചെയ്ത് വെക്കരുത്. അത് എനേബിൾ ആണല്ലോ നിങ്ങളുടെ ഫോണിൽ നിൽക്കുന്നതെങ്കിൽ അത് ഡിസേബിൾ ചെയ്ത് വെക്കുക. ഒരിക്കലും ഓട്ടോ പ്ലേയിൽ വെക്കണ്ട. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളൊന്ന് ഏത് വീഡിയോ ആണോ വേണ്ടത് അത് പ്രസ് ചെയ്യുന്ന സമയത്ത് അതോ വർക്ക് ചെയ്യുന്ന രീതിയിലല്ലേ വേണ്ടത്. അപ്പം ഒരിക്കലും ഓട്ടോ പ്ലേ ഓൺ ആക്കി വെക്കരുത്. നിങ്ങൾ വളരെയധികം അതും ശ്രദ്ധിക്കുക. ഇത് നമ്മളൊന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഓപ്ഷനാണ് നമുക്കിവിടെ കാണാം, ജനറൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ. ആ ജനറൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് കാണാം പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ. നേരത്തെ ഫേസ്ബുക്കിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ അത് ഓഫ് ആക്കിയിട്ടാണ് വെക്കേണ്ടത്. കാരണം നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് മുൻപ് ഓട്ടോ ആയിട്ട് റൺ ആവുക. അതായത് നമ്മൾക്ക് ആവശ്യമുള്ള ഒരു വീഡിയോ ആയിരിക്കില്ല, പക്ഷേ നമ്മളത് യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോഴേക്ക് തന്നെ അത് റൺ ആവാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, അത് ഓഫാക്കി വെക്കുകയാണ് വേണ്ടത്. ഇനി അതിൻ്റെ തൊട്ടടുത്തുള്ള വൈഫൈ ഓൺലി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നതിൽ അത് വൈഫൈ എവിടെന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നെറ്റിനെ ബാധിക്കും, നമ്മുടെ മൊബൈൽ ഡാറ്റനെ ബാധിക്കുന്നതല്ലല്ലോ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺ ആക്കി വെക്കാം, കുഴപ്പമില്ല. പക്ഷേ ഏറ്റവും നല്ലത് ഓഫാക്കി വെക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് നല്ല പോലെ നെറ്റ് ഇതുവഴി ലാഭിക്കാൻ പറ്റും. എപ്പോഴും പ്ലേ ബാക്ക് ആൻഡ് ഫീഡ്സ് ഓഫ് ചെയ്ത് വെക്കുന്നതാണ് വളരെ നല്ലത്. ഈ 3 കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. ഇനി ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഒരു കാര്യം കൂടി ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം നെറ്റ് ലാഭിക്കാൻ പറ്റും. അത് അവസാനമായിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാം ആണ്. ഇൻസ്റ്റാഗ്രാം നമ്മൾ ഓപ്പൺ ചെയ്തു. അതിൽ മുകളിൽ 3 ലൈൻസ് കാണിക്കുന്നുണ്ട്. ആ 3 ലൈൻസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി അല്ലേ ഇവിടെ കാണിക്കുന്നുണ്ട്. സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി ഏറ്റവും ടോപ്പിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസിയിൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഡാറ്റ കണ്ടല്ലേ, ഡാറ്റ യൂസേജ് ആൻഡ് മീഡിയ ക്വാളിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ. ഇതിവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാത്രി കഴിഞ്ഞാലും നിങ്ങളുടെ 1.5 GB എന്നുള്ളത് പിന്നെയും ബാക്കിയുണ്ടാവും. ഈ 4 കാര്യങ്ങളും നിങ്ങളുടെ മൊബൈലിൽ ഇപ്പോൾ തന്നെ ഒന്ന് എടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങളുടെ മൊബൈലിൽ ചിലതെല്ലാം ഓൺ ആയിരിക്കും, ഏതെല്ലാം ഓൺ ആക്കണം എന്നുള്ളത് നമ്മുടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഡാറ്റ എത്രത്തോളം ലാഭിക്കാൻ പറ്റിയെന്ന് അറിയാം. ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്ന 4 കാര്യങ്ങൾ നിങ്ങളൊന്ന് നിങ്ങളുടെ മൊബൈൽ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളൊന്ന് മൊബൈൽ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. ഒരു ദിവസം നിങ്ങൾക്ക് നെറ്റ് തീരില്ല, അതിലൊരു സംശയം വേണ്ട. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങളും ചെയ്തതിന് ശേഷം നിങ്ങളുടെ കമന്റ്സ് ഒന്ന് താഴെ നിന്ന് അറിയിക്കുക. ഇതുപോലുള്ള നല്ല അടിപൊളി ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസ് എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രം, സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നില്ല സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അതിനുശേഷം ലൈക്ക് ചെയ്യാനും എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള നല്ല അടിപൊളി ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസുമായി വരുന്നവർ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.